അങ്ങ് മോട്ടിലാലിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു യദൃച്ഛയാ ഹിന്ദുവായി എന്നുള്ളത്. ഐ എം എ ഹിന്ദു ബൈ ആക്സിഡന്റ്. ഇവിടെ മറ്റൊരാൾ ഞാൻ ഹിന്ദുവാണ്, ബ്രാഹ്മണനാണ്, എനിക്ക് പൂണൂലുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരീരമാസകലം കുറിയൊക്കെ ധരിച്ച് അമ്പലം കയറി ഇറങ്ങുമ്പോൾ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്? അദ്ദേഹത്തെ പരിഹസിക്കല്ല. സത്യത്തിൽ എൻ്റെ വിലയിരുത്തല് അദ്ദേഹം ഒരു വിഡ്ഢിയോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ട്രോളിൻ്റെ വസ്തുവല്ല. ട്രോളിനുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വലിയ സ്ട്രാറ്റജിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ പറഞ്ഞ നെഹ്റുവിൻ്റെ കൊച്ചു മകൻ എന്ന് പറയുന്നത്, ചെറുമകൻ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് പാർലമെൻറ്റിൽ പരമേശ്വരൻ്റെ പടവും എടുത്തുകൊണ്ട് വന്നു. പരമേശ്വരൻ്റെ ശിവകാശിയിൽ അടിച്ച ഏതൊരു പടം കൊണ്ടുവന്നിട്ട് ഉയർത്തി കാണിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഗുരുനാനാക്ക് ദേവൻ്റെ പടവും യേശു ക്രിസ്തുവിൻ്റെ പടവും ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ പാർട്ടി ചിഹ്നം തന്നെയാണ് അവർ കൈ ഉയർത്തുന്ന അഭയമുദ്ര എന്ന് പറഞ്ഞ് മാത്രമല്ല വലിയ വമ്പൻ കണ്ടുപിടുത്തലൊക്കെ നടത്തി. ശിവൻ വലങ്കയ്യനായിരുന്നു, ഇടങ്കയ്യനായിരുന്നില്ല എന്നുള്ള കണ്ടെത്തൽ. രണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കാൻ അറിയാമായിരുന്നില്ല ശൂലം, അതുകൊണ്ടാണല്ലോ ഇടതുവശത്ത് കുത്തിവെച്ചത്. ഇടതുവശത്ത് പുറകിൽ കുത്തിവെച്ചത് കൊണ്ട് വലത് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്ന് പറയാനാണ് പറയിൽ വെച്ചതെന്നൊക്കെയുള്ള കണ്ടെത്തൽ നടത്തിയും. ഇതിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശം? വെറുതെ ഉയർത്തി കാണിച്ചതല്ല അത്. ഇതിന് തൊട്ടു മുമ്പ് നടന്ന ചില സംഭവങ്ങളുമായിട്ട് കൂട്ടിഘടിപ്പിച്ച് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരും DMKയുടെ ആൾക്കാരും ചേർന്ന് തമിഴ്നാട്ടിൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി, ഒരു മുരുക കോൺഫറൻസ്. ആ മുരുക സെമിനാറിൽ അവർ തീരുമാനിച്ചത് ഈ സമീപകാലത്ത് ഒരു മുരുക ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? മുരുക വേഴ്സസ് ശ്രീരാമ. മുരുക എന്ന് പറയുന്നത് അതിനാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ ആണ് ശ്രീരാമൻ, ഇപ്പുറത്ത് തെക്കേ ഇന്ത്യയുടെ നേതാവ് എന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് മുരുകനാണ്. മുരുകൻ എന്ന് പറഞ്ഞാൽ ശിവൻ വേഴ്സസ് വിഷ്ണു, ദ്രാവിഡ വേഴ്സസ് ആര്യ, സൗത്ത് വേഴ്സസ് നോർത്ത്. പിന്നെ ഈ നോർത്തിൻ്റെ ചൂഷണം കൊണ്ട് എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ ചൂഷണം കൊണ്ട്, ശ്രീരാമൻ്റെ ചൂഷണം കൊണ്ട് നമ്മൾ കട്ട് അവേ ഫ്രം ദി നോർത്ത്, കട്ടിങ് സൗത്ത്. ഈ മുദ്രാവാക്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന അടവുകൾ. ഇതിനോടൊപ്പമാണ് എത്ര ഹീനമായ വിധത്തിലാണ് ഇപ്പോൾ സൂവിലെ മൃഗങ്ങളുടെ പോലും ജാതി നോക്കുകയാണ്. എത്ര ബ്രാഹ്മണ മൃഗങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ഹരിജൻ സിംഹം ഇല്ലാത്തതെന്ന് വരെ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഈ സൗന്ദര്യ റാണി പട്ടത്തിന് മത്സരിക്കുന്നവരിൽ എത്ര ബ്രാഹ്മണരുണ്ട്, എത്ര ഹരിജനങ്ങളുണ്ട്, എന്തൊരു വങ്കത്തരങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് ആവർത്തിച്ച് ഹാമറിങ് അഗെയിൻ ആൻഡ് അഗെയിൻ അറ്റ് ദ സെയിം സ്പോട്ട് ടു സ്പ്ലിറ്റ് ദിസ് റോക്ക്. നമ്മുടെ ഈ കരുത്താർന്ന ഭാരതത്തിൻ്റെ അടിത്തറയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ ശ്രമം മുൻകാലത്ത് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഈ കൊളോണിയൽ വാഴ്ചക്കാലത്ത് അവരും നടത്തിയതാണ്. ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന കൺസെപ്റ്റ്, അതിനെ തകർക്കാതെ ഭാരതത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെയാണ് അവർ ജാതിയുടെ ഒരു വലിയ ഹെറാർക്കി സൃഷ്ടിച്ചത്. അതിനുവേണ്ടി അവർ സെൻസസിനെ ഉപയോഗിച്ചു. ഇപ്പോൾ ഭാരതത്തിൻ്റെ സെൻസസിനെ പോലും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉപയോഗിച്ചത് ജാതിപരമായി. നായരുടെ എത്ര ദൂരെ നിൽക്കണം ഈഴവൻ എന്നൊക്കെ നിശ്ചയിച്ചത് ആ സെൻസസ് വഴിക്കാണ്. അതിനു മുമ്പ് അതൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ പിറന്ന വീടിൻ്റെയോ പിറന്ന കുലത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഒരാളെ ആദരിക്കുന്നതെങ്കിൽ വേദവ്യാസനെ നമുക്ക് ആദരിക്കാൻ പറ്റില്ല, മഹാഭാരതത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല, വേദങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിറന്ന കുലവും ചെയ്ത പോന്ന ജോലിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ വാൽമീകിയെ എങ്ങനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും? ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇരിക്കട്ടെ. പക്ഷെ എന്നാലും ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ വാദഗതികളുമായിട്ട് വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സമ്പന്നൻ ദരിദ്രൻ എന്ന ഭിന്നത ഓരോ പ്രദേശത്തും സൃഷ്ടിക്കുകയാണ്. 40-50 വർഷങ്ങൾക്ക് മുമ്പ്, പോരാ, ഒരു 60 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ കുപ്പത്തൊട്ടിയിലെറിഞ്ഞ സിദ്ധാന്തമാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ മിഥ്യാവാദം. ആ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ സിദ്ധാന്തം ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതം പോലെ ഈ വിശാലമായ രാഷ്ട്രം, ഇന്നും പരിപൂർണമായി പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു രാഷ്ട്രം, അതിന് ഇവരൊക്കെ തന്നെയാണ് കാരണം. ഈ ഇത്രയും സ്വതന്ത്ര ഭാരതത്തിന് ഇത്രയേറെ ആയുസ്സുണ്ടായിട്ടും ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒട്ടേറെ ദയനീയത, ഒട്ടേറെ ദുരന്തങ്ങൾ, ഒട്ടേറെ വിഷമങ്ങൾ, സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥകൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും നിൽക്കുമ്പോൾ അവരെയൊക്കെ കുത്തിപ്പൊക്കി ഈ കാര്യം പറഞ്ഞിട്ട്
നിങ്ങളുടെ കയ്യിലുള്ള പണമാണ് അദാനിയുടെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഭരണത്തിൽ ഏൽപ്പിച്ചാൽ അവരെ മുഴുവൻ പിടിച്ച് ജയിലിൽ കൊണ്ടുകയും അവരെ തൂക്കിക്കൊല്ലുകയും അവരടച്ചു വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യും. ഒരുമാതിരി കായംകുളം കൊച്ചുണ്ണീസം. ഇതാണ് ഇന്ന് ഈ പറഞ്ഞ വിദ്വാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു അടവാണ് ഹിന്ദു മേഖലകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പൂണൂല് ഓവർകോട്ടിൻ്റെ മുകളിലോട്ട് ഇട്ട്. അത് എവിടെയാണ് ഇടേണ്ടതെന്നോ ഇടത്താണോ വലത്താണോ എന്ന് ഒന്നും അറിയില്ല, പക്ഷെ അത് ഇടുക. ഭസ്മം പുരട്ടുക, പിന്നെ കഴുകിക്കളയുക, വയനാട് വരുമ്പോൾ കഴുകിക്കളയുക, റായ്ബറേലി പോകുമ്പോൾ വീണ്ടും ഇടുക. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കളിയിൽ ചിലപ്പോൾ ഒരു വിഭാഗം പാവങ്ങൾ വീണു പോകാം. അത് ഭാരതത്തിന് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ചെയ്യുന്നത് വലിയ അപകടകരമായ കളിയാണ്, നിരുത്തരവാദപരമായൊരു കാര്യമാണ്. ഒരല്പം പോലും ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനോടോ രാഷ്ട്രത്തിൻ്റെ ഭാവിയോടോ ഉത്തരവാദിത്വം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെയ്യുന്ന തീക്കളിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ഇതിവിടുത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് വലിയൊരു അപകടമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ പോലും ചെയ്യാത്ത അപകടമാണ് അയാൾ ചെയ്യുന്നത്. ഇയാൾ തുള്ളുന്നത് ഒരു ജോർജ് സോറോസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹെൻറി ലീസിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ ജഫർലോട്ടിൻ്റെയോ ഒക്കെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന, ആഗോള തലത്തിൽ രാഷ്ട്രങ്ങളെ അട്ടിമറിക്കുകയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് കൾച്ചറൽ മാർക്സിസ്റ്റുകളുടെയും കയ്യിലെ ഒരു വെറും പാവയായി തുള്ളുകയാണ് എന്നാണ് വസ്തുത. അങ്ങ് ഈ കൊളോണിയലിസം പോകാത്ത, അതല്ലെങ്കിൽ ഈ നെഹ്റുവിൻ്റെ വിചിത്രമായ ചില വാദങ്ങൾ പറഞ്ഞത്, ലാസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു റൂൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഒരു സംഗതിയുള്ളത്, ഈ ബ്രിട്ടീഷുകാർ തന്നൊരു ഹിസ്റ്ററി. ഇപ്പോൾ അതാണല്ലോ ഇവിടെ അങ്ങയോട് തന്നെ പലവട്ടം പല മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് ചരിത്രത്തെ നിങ്ങൾ പൊളിച്ചെഴുതുന്നത് എന്ന്. അതിനുള്ളൊരു ചെറിയ മറുപടിയും അതിനുശേഷം ഞാൻ അതിലേക്കൊന്ന് വരാം. ഈ ചരിത്രം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ചരിത്രമാണ് അതിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക്, പ്രയാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം. ആ ചരിത്രത്തിൽ വിഷം ചേർക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രവിരുദ്ധന്മാരും ചെയ്തിട്ടുള്ളത്. എപ്പോഴും നടന്നിട്ടുള്ളൊരു വസ്തുതയാണത്. അതായത് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കണം എങ്കിൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? നശിപ്പിക്കണമെങ്കിൽ യു ഹാവ് ടു പോയിസൺ ദ നേഷൻസ് ഹിസ്റ്ററി. ആ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ വിഷം ചേർക്കുക. ചരിത്രത്തിൽ വിഷം ചേർന്ന് കഴിഞ്ഞാൽ ഡിമോറലൈസ്ഡ് ആവും ആ രാഷ്ട്രം. ഡിമോറലൈസ്ഡ് നേഷൻ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ ഡിമോറലൈസ്ഡ് സ്റ്റോറീസ് ടു ഇറ്റ്സ് ജനറേഷൻ. പറയാൻ തുടങ്ങും ആ ഡിമോറലൈസ്ഡ് കഥകൾ. അത് എവിടെ ചെന്നെത്തും? അൾട്ടിമേറ്റ് സൈക്കിക് ഡിസ്ട്രക്ഷൻ ഓഫ് ദറ്റ് നേഷൻ. രാഷ്ട്രത്തിൻ്റെ പരിപൂർണമായ വിനാശത്തിലേക്ക് ചെന്നു ചേരും. ഭാരതത്തിൽ കൊളോണിയലിസ്റ്റുകൾ ചെയ്ത അടവാണ് നമ്മുടെ ദേശീയ ചരിത്രത്തെ അവരെഴുതാൻ തുടങ്ങി. ഇവിടെ ചരിത്രകാരന്മാരില്ലാഞ്ഞിട്ടല്ല. ഇപ്പം ജദുനാഥ് സർക്കാർ, R.C. മജുംദാർ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ എത്രയോ ചരിത്രകാരന്മാരുണ്ടായിട്ടും അവരുടെ ഒന്നും ചരിത്രം സ്വീകരിക്കാതെ ഇംഗ്ലീഷുകാർ എഴുതി വെച്ച ചരിത്രത്തെ അന്ധമായി പിന്തുടരുകയാണ് നെഹ്റുവിൻ്റെ ഭരണകൂടം ചെയ്തത്. അതിൻ്റെ ഒക്കെ വളരെ ഇപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. R.C. മജുംദാർ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, അത് സർക്കാർ നിർദ്ദേശപ്രകാരം എഴുതി തുടങ്ങിയതാണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ആ പ്രോജക്റ്റ് നിർത്തിക്കളഞ്ഞു. R.C. മജുംദാർ ഇവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ സഹിക്കാതെ രാജിവെച്ച് പോയതാണെന്നൊരു വ്യാഖ്യാനമുണ്ട്. R.C. മജുംദാർ എഴുതുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ ചരിത്രമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ള വാദമുണ്ട്. എന്തായാലും അടിയായാലെന്ത്, തൊഴിയായാലെന്ത്, പല്ലുപോയാൽ പോരെ എന്ന് ചോദിച്ചതുപോലെ ഇദ്ദേഹം രാജിവെച്ചതാണെങ്കിലും ഇവർ പുറത്താക്കുകയാണെങ്കിലും R.C. മജുംദാറിന് ആ ചരിത്രം ഔദ്യോഗികമായി ഭാരത ഭരണകൂടത്തിൻ്റെ വകയായി ഇറക്കാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം പ്രൈവറ്റായിട്ട് അത് ഇറക്കി. അതിൻ്റെ അവസാന വോളിയമായിട്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. അതിൽ ഇതെല്ലാം പച്ചക്ക് എഴുതിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും സ്വീകരിക്കാതെ ജെയിംസ് മില്ലിനെ പോലുള്ള ആൾക്കാർ എഴുതി വെച്ച ചരിത്രം, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അതിനെ ഒരു വിധത്തിൽ ആവർത്തിക്കുന്ന കോമ്രേഡ് താരാചന്ദിനെ പോലുള്ള ആൾക്കാരെ ചരിത്രരചനയുടെ ചുമതല ഏൽപ്പിച്ചു. അതിപ്പോഴും തുടർന്നു പോരുകയാണ്. എപ്പോഴാണ് നമുക്കൊരു രാഷ്ട്രം എന്ന നിലയ്ക്ക് അഭിമാനം തോന്നുക? നമ്മുടെ യഥാർത്ഥ ചരിത്രം പഠിക്കുമ്പോഴാണ്. എപ്പോഴാണ് നമ്മുടെ പൂർവികന്മാരെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുക? അവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നൽ വരുമ്പോൾ, സത്യം ആയിട്ടുള്ള തോന്നൽ. പക്ഷെ നമ്മളെന്ത് പഠിക്കുന്നു? നമ്മൾ പഠിക്കുന്നത് പ്രാചീന ഭാരത ചരിത്രം അത് അന്ധകാരമയമാണ്, അത് പഴുതാരയെയും
പുഴുവിനെയും തേളിനെയും ആലിനെയും കടുവയെയും ഒക്കെ ആരാധിച്ചിരുന്ന പ്രാകൃതന്മാരുടെ കാലഘട്ടം. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുത്തിത്തുറന്ന് പുറത്തെടുത്ത് ഗംഗയിലെ മുതലകൾക്ക് വലിച്ചെറിയുന്ന അമ്മമാരുടെ രാഷ്ട്രം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏൻഷ്യൻ ഹിസ്റ്ററി. മിഡീവൽ ഹിസ്റ്ററിയോ? മിഡീവൽ ഹിസ്റ്ററി ഈ അന്ധകാരം പോയി ഭാരതത്തിന് കുറച്ച് വെളിച്ചം വരികയാണ്. ആര്? മുഗളന്മാർ വന്നിട്ട്. അതൊരു എറ ഓഫ് സിന്തസിസ് ആണ്. പ്രകാശം കുറേശ്ശെ വരും, പൂർണ്ണമായില്ല. ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് വരുന്നത് മോഡേൺ ഏജ്. അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എൻലൈറ്റൻമെൻറ്റ്, റെനേസ, ഇതൊക്കെ അവരുടെ സംഭാവനയാണ്. ഈ ചരിത്രം എത്ര കാലത്തേക്ക് ഭാരതത്തിന്, ഈ തെറ്റായ ചരിത്രം നമ്മളെ മുന്നോട്ട് നയിക്കും? മിഡീവിയൽ ഹിസ്റ്ററി തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ മിഡീവിയൽ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗള ഭരണാധികാരികളെ മാത്രമാണ്. നമ്മളെല്ലാം പഠിച്ചത് അതുമാത്രമാണ്. അതിൽ മറാഠ ചരിത്രത്തിന് എത്ര വരികളുണ്ട്? അഹം ആസാം, നമുക്കറിയാം, വടക്ക് കിഴക്കൻ മേഖലയിൽ ഇസ്ലാമിക ആക്രമണകാരികളെ മാത്രമല്ല ബ്രിട്ടീഷുകാരെയും കാലുകുത്താൻ അനുവദിക്കാത്ത ലാജിത് ബഡ്ഫുക്കൻ്റെയും പൃഥുവിൻ്റെയും ഒക്കെ അഹം ഡിനാസ്റ്റി എവിടെയാണ് വർണ്ണിക്കപ്പെടുന്നത്? ഇനി പോട്ടെ, ലോകത്തിൽ ഏറ്റവും ദീർഘകാലം ഭരിച്ചിരുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ചോള രാജവംശമാണ്. ആ ചോള രാജവംശത്തെക്കുറിച്ച് എന്താണ് നമ്മൾ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നത്? ഡക്കാൻ രാജാക്കന്മാർ, കർണാടക മുതൽ ഹൊയ്സാല മുതൽ, അല്ലെങ്കിൽ വല്ലഭന്മാർ മുതൽ, അല്ലെങ്കിൽ കാക്കാത്യ സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, മറാഠ സാമ്രാജ്യം, ഇങ്ങനെ നമ്മുടെ ആയി വംശം, നമ്മുടെ തിരുവിതാംകൂറിൻ്റെ രാജവംശം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണെങ്കിലും 1741 സംഭവിച്ചതാണെങ്കിലും എത്ര പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് കുളച്ചൽ യുദ്ധവിജയം നമ്മൾ വർണ്ണിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ പോലും പറയുന്നത് ഒരു വെറും ധക്കാമുക്കായിരുന്നു എന്നാണ്, ഒരു ഉന്തും തെള്ളുമായിരുന്നു എന്നാണ്. ആണോ? ഡച്ചുകാരുടെ അവസാനത്തിൻ്റെ ആരംഭമായിരുന്നു കുളച്ചൽ യുദ്ധം. അതുകൊണ്ടാണ് സർദാർ KM പണിക്കർ പറഞ്ഞത്, ഹാഡ് ദെയർ നോട്ട് ബീൻ കുളച്ചൽ വാർ ദ വെരി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വുഡ് ഹാവ് ബീൻ സംതിങ് ഡിഫറെൻ്റ് എന്ന് KM പണിക്കരെ പോലുള്ള ആൾക്കാർ എഴുതിയത് അതുകൊണ്ടാണ്. അത്ര മഹത്തായ വിജയത്തിന് കാരണക്കാരനായിരുന്ന ധീരനായ മാർത്താണ്ഡവർമ്മ ഇന്നും ഒരു വില്ലനാണ് കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത്, അല്ലേ? ജനാധിപത്യവാദികളായ എട്ടുകെട്ടിൽ പിള്ളമാരെ തൂക്കിക്കൊന്ന വില്ലൻ, അവരുടെ വീടുകൾ കുളം തോണ്ടിയ ഭീകരൻ, അവരുടെ ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും മരക്കന്മാരെയും കടപ്പുറത്തെ ആൾക്കാർക്ക് വിറ്റ ഭീകരൻ എന്നൊക്കെയാണ് പറയുന്നത്. മാർത്താണ്ഡവർമ്മ ചെയ്ത അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു? എവിടെ പഠിക്കുന്നത്? രാമയ്യൻ എന്ന ചരിത്രത്തിലെ ഏറ്റവും കൂർമ്മബുദ്ധിയായ ഒരു മന്ത്രി എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ ചരിത്രം ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് ശരിയാണ്, മാർത്താണ്ഡവർമ്മയ്ക്ക് പിഴവ് പറ്റിയ ഇടങ്ങളുണ്ടെങ്കിൽ അതും പഠിക്കട്ടെ, അതും പഠിച്ചോളട്ടെ. പക്ഷേ അദ്ദേഹം കൊട്ടാരക്കര രാജവംശത്തെയോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ തിരുവിതാംകൂറിൻ്റെ കന്യാകുമാരി മുതൽ അങ്ങ് എന്താ പറയുക ആലുവ വരെയോ അല്ലെങ്കിൽ ഇവിടം വരെ നീളുന്ന ഒരു ഘട്ടത്തിൽ നീണ്ട ആ തിരുവിതാംകൂറിൻ്റെ ഏകീകരണവും ശക്തമായ സൈന്യവും ആവശ്യമാണ് ഒരു കടന്നുകയറ്റത്തിനെതിരായി പിടിച്ചു നിൽക്കാനെന്ന ബോധ്യം കൊണ്ടാണ് പരസ്പരം കലഹിക്കുന്ന ഈ ചെറു നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒരല്പം ബലം പ്രയോഗിച്ചത് ഏകീകരിക്കാൻ ശ്രമിച്ചത്. അങ്ങനൊരു വശം കൂടിയില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് തിരുവിതാംകൂറിനെ ആയാലും ഇനി റാണി അബ്ബക്ക പോർട്ടുഗീസുകാർക്കെതിരെ മംഗലൂർ പൊരുതുമ്പോൾ ആ റാണി അബ്ബയ്ക്ക് സഹായം ചെയ്തു കൊടുത്ത സാമൂതിരിയെക്കുറിച്ച് നമുക്കാരും അറിയില്ല. സാമൂതിരി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് ചിത്രമാണ് വരുന്നത്? അതായത് ദേശസ്നേഹികളുടെ ഏറ്റവും വലിയ ആളായ കുഞ്ഞാലിമരക്കാരെ ചതിച്ച സാമൂതിരി എന്ന് പറഞ്ഞ ഒരാളാണെന്നാണ് നമ്മളെല്ലാം ധരിച്ചു വയ്ക്കുന്നത്. സാമൂതിരി ഒരു പദമാണ്. എത്രയോ മാനവിക്രമന്മാരവിടെ ഉണ്ടായിരിക്കുന്നു. അതിലെത്രയോ പേര് ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടി വിദേശികൾക്കെതിരായി പൊരുതുകയും ഐക്യനിര കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തവരുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാത്ത വിധത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ചരിത്ര പഠനം. അതിനെ ശരിയാക്കേണ്ടത് രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എപ്പോഴാണ് ഉണ്ടാവുക? ആ രാഷ്ട്രം മുൻകാലത്ത് ഭരിച്ചവരുടെ സ്വാധീനത്തിലാണ് നമ്മുടെ മനസ്സെങ്കിൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് അവിടെ ഉള്ളത്? അതുകൊണ്ടാണ് എപ്പോഴും കോളനി വാഴ്ചയിൽ നിന്ന് മുക്തരാകുന്ന രാഷ്ട്രങ്ങളൊക്കെയും പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഇസ് ടു ഡീകോളനൈസ് ഇറ്റ്സെൽഫ്. ഡീകോളനൈസ് ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ മിക്ക രാഷ്ട്രങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീകോളനൈസേഷൻ എന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് ഭരണഘടനയിൽ വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കതങ്ങനെ വായിക്കാൻ പോലും കിട്ടുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. ആ ഡീകോളനൈസേഷൻ ഉണ്ടാകേണ്ടതാണ് ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യം. ഈ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു തത്വമായി പറഞ്ഞാൽ പോലുള്ള കാര്യം, ഇത് തിരിച്ചറിയാൻ തന്നെ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാര്യം ആ രീതിയിൽ ആലോചിക്കുന്നില്ല.
ഇത് ചിന്തയിൽ, സംസ്കാരത്തിൽ, ഭാഷയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ, വിദ്യാഭ്യാസത്തിൽ, രീതികളിൽ ഒക്കെ ഇങ്ങനെ കുത്തി നിറച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തുക എളുപ്പമാണോ? തീർച്ചയായിട്ടും എളുപ്പമെന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിനും സമയമെടുക്കും. പക്ഷേ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈസി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്രിട്ടീഷുകാർ ചെയ്ത കൊടും പാതകങ്ങളുടെ ആ വേദന, അതിൻ്റെ നീറ്റൽ അവസാനിക്കുന്നതിന് മുമ്പ് അവരുടെ എല്ലാത്തിനെയും പുറത്തെറിയാൻ അവസരമായിരുന്നു 47. അത് വളരെ ഈസി ആയിട്ട് അന്ന് എളുപ്പമായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു 75 വർഷം അല്ലെങ്കിൽ 76 വർഷം എന്ന് പറയുന്നത് അത് ഇത്തിരി ദീർഘകാലമായത് കുറച്ചുകൂടെ ജടിലമായി പ്രശ്നങ്ങൾ. നമ്മൾ തന്നെ സ്വയം ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹിപ്നോട്ടിസത്തിന് നമ്മൾ വിധേയരായിരിക്കുകയാണ്. ഇവരിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ധരിക്കുന്നു. പാൻറ്റും കോട്ടും ഇടാതെ ഒരു മാന്യനാവാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്നു. ഫോൺ എടുത്താൽ ഹെല്ലോ എന്ന് പറയാതെ ഹെൽ ഓ നരകമേ, ഹേ നരകമേ എന്നാണ് വിളിക്കുന്നതെന്ന് അറിയാതെ നമുക്ക് ജയ്ഹിന്ദ് പറയാം, നമശിവായ പറയാം, രാം പറയാം, ഒന്നല്ല നമസ്തേ പറയാം, ദൈവവിശ്വാസം വേണ്ട. പക്ഷേ ഞാനും നിങ്ങളും എല്ലാവരും ഇപ്പോഴും അവരുണ്ടാക്കി വെച്ച ഇത്തരം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ ഈ മാംസം ഒക്കെ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ മുട്ട ചേർത്തിട്ടുള്ള ഒരു കേക്ക് കൊണ്ടുവന്ന് വീട്ടിൻ്റെ നടുവിൽ വയ്ക്കുക, അതിൽ മൃഗക്കൊഴുപ്പ് കലർന്ന മെഴുകുതിരി കൊളുത്തി വെച്ച്, എത്ര പ്രായത്തിൻ്റെ മെഴുകുതിരിയാണോ കൊളുത്തിയിട്ട് അത് ഊതിക്കെടുത്തുക. എന്തൊരു പാരമ്പര്യമാണത്. നമ്മളൊരു പിറന്നാൾ വന്നാൽ ഒരു നിലവിളക്കിൽ ഒരു തീ കൊളുത്താനാണ് കുഞ്ഞിനോട് പറയുക. ഇതിന് പകരം ഊതിക്കെടുത്തുക. എന്നിട്ട് മുത്തശ്ശിക്കൊന്നും ഇംഗ്ലീഷ് അറിയുപോലില്ല, എന്നാലും പാടും എല്ലാവരും ചേർന്ന്. കാരണം ഋത്തിക് റോഷൻ അങ്ങനെയാണ് പാടുന്നത്, അമിതാഭ് ബച്ചൻ അങ്ങനെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൈ കൊട്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ ഇതിനെയൊക്കെയാണ് ഞാൻ ലളിതമായി കോളനി വൽകൃതമായ മനസ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന ചിന്ത നമ്മളെ ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ജഡിലമാണ്. ഇപ്പോൾ പ്രശ്നം കുറച്ചുകൂടെ ജഡിലമാണെന്ന് പറയും. പക്ഷേ നമുക്ക് ചില പ്രതിജ്ഞ എടുത്തേ പറ്റുള്ളൂ, മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് കഴിഞ്ഞ അങ്ങേ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 5 പ്രതിജ്ഞകൾ എടുക്കാൻ പറഞ്ഞ, ഭാരതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി 5 പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞതിൽ രണ്ടാമത്തത് വി ഹാവ് ടു ഇറേസ് ദ ലാസ്റ്റ് ട്രൈറ്റ്സ് ഓഫ് സെർവിറ്റ്യൂഡ് ഫ്രം അവർ മൈൻഡ്. മനസ്സിൽ നിന്ന് അടിമത്തത്തിൻ്റെ അവസാന അവശിഷ്ടത്തെ കൂടി നീക്കം ചെയ്യണം. ഈ അവസാന അവശിഷ്ടത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. അതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മുടെ ന്യായ വ്യവസ്ഥ, അതിൽ ആമൂലാഗ്രം എത്ര കണ്ട് വ്യതിയാനം വന്നു എന്ന് പറയത്തക്ക ഭരണഘടനാ പ്രാവീണ്യമോ നിയമപ്രാവീണ്യമോ എനിക്കില്ല. എന്നാൽ പോലും അതിൻ്റെ തലക്കെട്ട് മാറ്റിയാൽ പോലും അതൊരു വലിയ മാറ്റമാണ്. തലക്കെട്ട് മാറ്റുക, ഭാരതീയ ന്യായ സംഹിത എന്നതിന് പേരിട്ടപ്പോൾ തന്നെ ഒരു മാറ്റം വരികയാണ്. അതാണ് നമുക്ക് ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പോൾ രാജ്പഥ് എന്നുള്ളത് കർത്തവ്യപഥ് എന്ന് മാറുമ്പോൾ, അല്ലെങ്കിൽ ശൂന്യമായി കിടന്ന ഒരു സ്മാരക സ്ഥലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ വരിക എന്ന് പറയുമ്പോൾ, ഭാരതത്തിൻ്റെ ഏകീകരണത്തിൻ്റെ പ്രധാന ഉത്തരവാദിയായിരുന്ന സർദാർ പട്ടേലിൻ്റെ വമ്പൻ പ്രതിമ ലോകത്തെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരിക എന്ന് പറഞ്ഞാൽ, 500 വർഷത്തോളമായി നമ്മുടെ അപമാനത്തിൻ്റെ ഒരു കേന്ദ്രമായി നിലനിന്നിരുന്ന രാമജന്മഭൂമിയിൽ ഒരു കളക്റ്റീവ് ആഗണിയുടെ സ്ഥാനത്ത് ഒരു കളക്റ്റീവ് ബ്ലിസ് ആ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഡീകോളനൈസേഷൻ്റെ ഓരോ പടവുകളാണ്, ഓരോ പടികളാണ്. എല്ലാവരും ചേർന്ന് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടാനുള്ള അടവുകളാണ് എന്ന് ചിന്തിക്കാതെ എല്ലാവരും ഒരുമിച്ച് പിന്തുണച്ച് മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട്, ഈ അമൃതകാലത്തിൽ തന്നെ നമുക്കത് നിറവേറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ അമൃതകാലം, ഒരു 25 വർഷക്കാലം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷമാകുമ്പോഴേക്കും പരിപൂർണമായും ഭാരതത്തിൻ്റെ ഒരു ജഗദ്ഗുരു സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ്, ജഗദ്ഗുരു സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്, തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വി ഹാവ് ടു ഡീകോളനൈസ്. വി മസ്റ്റ് ഡീകോളനൈസ് അവർ സെൽഫ്. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നുവെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടം മാത്രമായിരുന്നു ഭാരതം എന്ന് പറയുന്നത്, അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങ് പല രൂപത്തിൽ അത് വിശേഷിപ്പിച്ചു, ഗാന്ധാരം മുതൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് നമുക്കൊരു രാജ്യം സമ്മാനിച്ചിട്ട് പോയത്. അപ്പോൾ പിന്നെ അഖണ്ഡ ഭാരതം എന്ന് നമ്മൾ എങ്ങനെ പറയും? ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഭാരതത്തെ ഏകീകരിച്ച് എന്ന് പറയുന്നതിൽ പരം
ഏറ്റവും വലിയ ഒരു തത്വത്തിൽ സത്യത്തോട് ഒരു തരത്തിലുള്ള നീതിയും പുലർത്താത്ത ഒരു പ്രഖ്യാപനം വേറെയില്ല. അതാണ് ഇന്നത്തെ ഈ ഇടത് ലിബറൽ ചരിത്രകാരന്മാരെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ചരിത്രാതീത കാലം മുതലേ ഭാരതം സാംസ്കാരികമായി ഒന്നായിരുന്നു എന്നതൊരു വസ്തുതയാണ്. പല സന്ദർഭങ്ങളിലും അശോകൻ്റെ കാലത്തായാലും ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തായാലും ഒക്കെ രാഷ്ട്രീയ ഏകതയും ഭാരതത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ ഏകതയ്ക്ക്, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിക്ക് വളരെയേറെയൊന്നും പ്രാധാന്യം നമ്മൾ ആ കാലത്ത് കണ്ടിരുന്നേയില്ല. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ഈ സാംസ്കാരിക ഏകത്വത്തിനാണ്. ആ സാംസ്കാരിക ഏകതയെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി പരാമർശങ്ങൾ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണുകയും ചെയ്യാം. സമുദ്രപര്യന്ത ഏകരാട്, ഇത് വേദത്തിലെ പരാമർശമാണ്. സമുദ്രം വരെയുള്ള ഈ ഒരു രാഷ്ട്രം. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വരിഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. ഹിമാലയം മുതൽ തെക്കോട്ട്, സമുദ്രം മുതൽ വടക്കോട്ട്, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ അതിർത്തി പോലും, അതിരടയാളങ്ങൾ പോലും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവരിത് ചമച്ചു വെച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത് ഏകമല്ലായിരുന്നു എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? 1916 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ബാബാസാഹേബ് അംബേദ്കറുടെ യൂണിവേഴ്സിറ്റി ആയിരുന്നല്ലോ, അദ്ദേഹം ഒരു അലുമിനസ് എന്ന നിലയ്ക്ക് അവിടെ ഒരു പേപ്പർ പ്രസൻറ്റേഷന് പോയിരുന്നു. ഒരു അന്താരാഷ്ട്ര ആന്ത്രോപോളജി സെമിനാറായിരുന്നു. അതിൽ കാസ്റ്റിനെ കുറിച്ചുള്ള, അതാണ് അദ്ദേഹത്തിൻ്റെ ഓൺ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറായിട്ട് പിന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വസ്തുത, അതായത് ഭാരതത്തിൻ്റെ ഈ ഏകത, ജോഗ്രഫിക്കൽ ഏകത, അത് ലോകത്ത് മറ്റൊരു ഒരു രാഷ്ട്രത്തിനും അവകാശപ്പെടാൻ പറ്റാത്തതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ജോഗ്രഫിക്കൽ യൂണിറ്റി, ഇത് അതിനപ്പുറം ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി സ്പ്രെഡ്സ് ഫ്രം എൻഡ് ടു എൻഡ്. അതൊരു ഈ ജോഗ്രഫിക്കൽ യൂണിറ്റിയോ പൊളിറ്റിക്കൽ യൂണിറ്റിയുടെ ആധാരം എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റിയാണ്. ഇത് പറയുന്നത് ബാബാസാഹേബ് അംബേദ്കറാണ്. ഇനി മഹാത്മാഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി എത്തുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷുകാർ ഒരു നറേറ്റീവ് സെറ്റിംഗ് ആരംഭിച്ചിരുന്നു. ഈ പറഞ്ഞ നറേറ്റീവ് സെറ്റിംഗ്, ഞങ്ങൾ കാരണമാണ് ഇവർ ഒന്നായിട്ട് നിൽക്കുന്നത്, എന്നിട്ടിപ്പം നമുക്കെതിരായിട്ട് എന്ന മട്ടിൽ ഇവർ വന്നതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയത്, ഇവർ വന്നതുകൊണ്ടാണ് ഏകത്വം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനുകൂടി എതിരായിട്ടാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിജി എഴുതുന്നത്. അതിൽ അദ്ദേഹം പരാമർശിക്കുന്നത് എന്താണ്? ഭാരതം എത്രയോ മുമ്പേ ഒന്നായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ശങ്കരാചാര്യർ എന്തിനാണ് തെക്ക് നിന്ന് ഭാരത പ്രദക്ഷിണം നടത്തി 4 ധാമങ്ങളും 4 മഠങ്ങളും സ്ഥാപിച്ചത്? ഭാരതത്തിലെ ഒരു തെക്കൻ ഭാഗത്തെ ഒരാൾക്ക് കാശിയിൽ പോകാതെ പുണ്യം കിട്ടുന്ന വിചാരമില്ല. വടക്ക് ഭാഗത്ത് ഹിമാലയത്തിൽ താമസിക്കുന്ന ആൾക്കും രാമേശ്വരത്ത് വരണം പുണ്യം നേടണമെങ്കിൽ. ഈ സാംസ്കാരിക ആധ്യാത്മിക ഏകത ഭാരതത്തിൽ അന്നേ ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിക്കുകയാണ് ഈ വിദേശത്തു നിന്ന് വന്ന ഈ ആക്രമണകാരികൾ ചെയ്തത് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇന്നത്തെ ഈ കാലത്ത് തീർച്ചയായിട്ടും ആ സാംസ്കാരിക ഏകത നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതിൻ്റെ മുകളിലുള്ള ഒരു പൊളിറ്റിക്കൽ ഏകത, അതായിരിക്കും ചിരസ്ഥായിയായി നിലനിൽക്കാൻ പോകുന്നത്. ഇത് ഇവരുടെ സംഭാവനയില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഭാരതം ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്ത്യ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പേരിട്ടത്? ഇപ്പോൾ ഒരു ബുദ്ധിജീവി എന്ന് നാടിക്കുന്ന ഒരു സ്ത്രീ, അവർ ഒരു പത്രക്കാരിയാണ്, അവരൊരു ട്വീറ്റ് നടത്തിയിരുന്നു. അവർ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം, ഇപ്പോൾ പ്രദീപ് പറഞ്ഞ ഈ കാര്യം അവർ പറഞ്ഞു, ദർ വാസ് നോ ഇന്ത്യ ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ. നരേന്ദ്രമോദിയോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവരൊരു ട്വീറ്റ് ചെയ്തു, അരയോ ബാബ, വെർ വാസ് യുവർ ഇന്ത്യ ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ? ഇറ്റ് വാസ് ജസ്റ്റ് എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു ഭൂഖണ്ഡം, ഒരു ലാൻഡ് മാസ് മാത്രമായിരുന്നു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, സോഷ്യൽ മീഡിയയിലെ വളരെ വടക്കേ ഇന്ത്യയിലെ നല്ല അടുത്ത സുഹൃത്താണ്, അദ്ദേഹം ഒരു കമൻറ്റ് ഇതിനെ തിരിച്ചിട്ടു, യെസ് മാം, താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, യു ആർ കറക്റ്റ്. ദാറ്റ്സ് വൈ വെൻ ബ്രിട്ടൻ കെയിം ഹിയർ ദേ സ്റ്റാർട്ടഡ് എ കമ്പനി ഇൻ ദ നെയിം ബ്രിട്ടീഷ് ഈസ്റ്റ് ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി. ഇങ്ങനെ അദ്ദേഹം ഉത്തരം പറഞ്ഞു, ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ലാൻഡ് മാസ് കമ്പനി എന്നാണോ പേര്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് എന്തിനാണ് പേരിട്ടത്? എന്തുകൊണ്ടാണ് സെയിൻറ്റ് അവസ്ഥയിൽ ഇന്ത്യനെക്കുറിച്ച് പരാമർശമുള്ളത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഭാരതത്തിൽ നിന്ന് വരുന്ന ആളുകളെക്കുറിച്ച് ഈജിപ്തിലും റോമിലും ഒക്കെ രേഖകൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഒരു തെറ്റായ ഒരു പ്രചരണം നടത്തിയൊരു പുകമറ സൃഷ്ടിച്ച് നമ്മളെ ദുർബലപ്പെടുത്താൻ വേണ്ടി, ആത്മവിശ്വാസം ഇല്ലാത്തവരാക്കാൻ വേണ്ടി ചെയ്യുന്ന അടവാണ് ഇത്. ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടതാണ്. പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യസമരം വിജയിച്ചു എന്നതാണ് ആ പരാജയത്തിൻ്റെ ഒരു കാരണം. സ്വാതന്ത്ര്യസമരം എന്തിനെതിരെയാണ് നടത്തിയത്? ഈ പ്രചരണത്തിനെതിരെയാണ് നടത്തിയത്.
അതിപ്പോഴും തുടരാണ് ചില ആൾക്കാർ. എന്തായാലും ഈ വളരെയധികം സമയമെടുത്തു എന്നിട്ട് ഈ ചർച്ച, ഈ ഡയലോഗ്, ഈ സംവാദം തുടരണം. കാര്യം അങ്ങ് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും ഇനി സംസാരിക്കാനുണ്ട് വിശദമായി. അത് ഈ ജോർജ് സോറോസുമാരടക്കമുള്ള ടൂൾ കിറ്റുകൾ വാരി വിതറുകയാണ്, പണം ഇഷ്ടം പോലെ ഒഴുകുകയാണ്. വളരെ വിധേയരായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സ്വദേശത്തും വിദേശത്തും അവരോടൊപ്പം ചേരുന്ന് കൈകോർത്ത് പിടിച്ച് നീങ്ങുന്ന കാലത്തിൽ വീണ്ടും അതിനൊരു തെളിച്ചം, ഒരു ദിശ നൽകാൻ കഴിഞ്ഞ ഈ സംവാദത്തിന് നന്ദി. വീണ്ടും കാണാം. ജനം TV ക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി. നമസ്കാരം. നന്ദി.